നമസ്കാരം. ഒരു വശത്ത് രാജ്യം സൈനിക ദിനത്തിനായുള്ള ഒരുക്കങ്ങളുടെ തിരക്കിലാണ്. മറുവശത്ത് ചൈന യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപം യുദ്ധാഭ്യാസങ്ങൾ ആരംഭിച്ചു. ചൈനീസ് ആർമിയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ സിൻജിയാങ് മിലിറ്ററി കമാൻഡിന്റെ റെജിമെന്റിന്റെ നേതൃത്വത്തിലാണ് ഈ സൈനിക അഭ്യാസം നടന്നത്. ചൈനയുടെ ഈ കോംബാറ്റ് ഡ്രില്ലിൽ എല്ലാ ഭൂപ്രദേശ വാഹനങ്ങളും, ആന്റി പേഴ്സണൽ സംവിധാനങ്ങളും, ഡ്രോണുകളും ഉൾപ്പെടെയുള്ള നൂതന സൈനിക സാങ്കേതിക വിദ്യ ഇതിനായി ഉപയോഗിച്ചു. ഇന്ത്യയും ചൈനയും സമാധാനം നിലനിർത്താൻ ശ്രമിക്കുന്ന സമയത്താണ് ചൈനയുടെ ഈ നടപടി. 2024 ഒക്ടോബർ 21 ഇന്ത്യയും ചൈനയും തമ്മിൽ തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കാനും യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ പട്രോളിംഗ് പുനരാരംഭിക്കാനും ധാരണയിലെത്തി. 2020 ഗാൽവാൻ താഴ്വരയിൽ നടന്ന ഏറ്റുമുട്ടലിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വർദ്ധിച്ചു വന്ന സംഘർഷം കുറയ്ക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പായിരുന്നു ഈ കരാർ. ഈ കരാർ പ്രകാരം ഡെപ്സാങ്, ഡെംചോക് തുടങ്ങിയ സെൻസിറ്റീവ് മേഖലകളിൽ പട്രോളിംഗ് പുനരാരംഭിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചിരുന്നു. ഇന്ത്യയുടെ NSA അജിത് ഡോവലും ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ നടത്തിയ ഉന്നതതല യോഗത്തിനു ശേഷമാണ് ഈ ധാരണയിലെത്തിയത്. ഈ കരാർ ഉണ്ടായിട്ടും ഇരു പാർട്ടികളും തമ്മിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ദുഷ്കരമായ സാഹചര്യങ്ങളിലും ഇരു രാജ്യങ്ങളും വൻതോതിൽ സൈനികരെ വിന്യസിച്ചിട്ടുമുണ്ട്. ചൈനയുടെ ഈ ഡ്രിൽ പരിശീലനത്തിന്റെ ഭാഗം മാത്രമല്ല, തന്ത്രപരമായാണ് ചൈന ഇത് ചെയ്യുന്നത്. തർക്കപ്രദേശങ്ങളിൽ അവർ അതിവേഗം സൈന്യത്തെ അണിനിരത്തുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ ജാഗരൂകരായിരിക്കുകയും ലഡാക്കിൽ സൈനിക നവീകരണ ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. ചൈനയിൽ നിന്നുള്ള ഏത് ആക്രമണത്തെയും നേരിടാൻ ഇന്ത്യൻ സൈന്യം ശീതകാല തന്ത്രങ്ങൾ നടത്തുകയും അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുകയും ഒപ്പം നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഡെപ്സാങ്, ഡെംചോക് തുടങ്ങിയ മേഖലകളിൽ പട്രോളിംഗ് പുനരാരംഭിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മയപ്പെടുത്തുന്നതിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ ചൈന നടത്തുന്ന തുടർച്ചയായ സൈനിക അഭ്യാസങ്ങൾ ശാശ്വത സമാധാനത്തിലേക്കുള്ള പാത ഇപ്പോഴും നീണ്ടതും വെല്ലുവിളികൾ നിറഞ്ഞതുമാണെന്ന് കാണിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.